സീറ്റ് എണ്ണം ഒന്നുമല്ല പറയുന്നത്. ഭരണത്തിൽ അറ്റ്ലീസ്റ്റ് ജനങ്ങൾ വഞ്ചിക്കപ്പെടാത്ത ഒരു സാന്നിധ്യമായി, ജനങ്ങൾ വഞ്ചിക്കപ്പെടാത്ത ഒരു ഭരണ നിർവഹണത്തിന് ഞങ്ങളുടെ ശക്തമായ സാന്നിധ്യം എന്ന് പറയുന്നത് ഭീഷണി തന്നെയായിരിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചുവടുവെപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം? അങ്ങനൊന്നും അല്ല പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കും ബീഹാറിന്റെ റിസൾട്ടാണോ ഇവിടെ? അങ്ങനെയല്ല, കേരളത്തിലെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന അതും പോസിറ്റീവ് അല്ലേ? അതും പോസിറ്റീവ് അല്ലേ? അപ്പം അങ്ങനൊന്നും അല്ല നമ്മൾ റീഡ് ചെയ്യേണ്ടത്. കേരളത്തിൻ്റെ മനസാക്ഷിക്ക്, കേരളത്തിൻ്റെ ദാരിദ്ര്യ മുഖത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരോ ഇപ്പോൾ ഭരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരോ അല്ല പറയേണ്ടത്. കേരളത്തിലെ ജനസമൂഹം പറയണം. വട്ടവട പറയുമോ? ഞാൻ കാണാത്ത എത്രയോ വട്ടവടയുണ്ട്. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പത്രക്കാർ നിഷ്കളങ്കരാണ്, സത്യസന്ധരാണെങ്കിൽ വട്ടവടയിൽ പോയി അവിടെ എന്താണ് ഞാൻ കണ്ട ദുരിതമെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചൊന്ന് ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചോ? അതാണ് പത്രധർമ്മ ന്യായം. കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചവർ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എന്നെക്കൊണ്ട് ഇനി അത് എടുപ്പിച്ച് പറയണോ? പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയത്തില്ല, ജനങ്ങളെ പരാജയപ്പെടുത്തി എന്ന് ഞാൻ പറയും. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങൾക്ക് സ്വപ്നം പോലും കഴിയാൻ പറ്റാത്ത ഡിവിഷനുകളിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാവും. അത് ഞങ്ങളുടെ കരുത്തല്ല, ജനങ്ങളിൽ മനം മാറ്റം വന്നത് വഴിയുള്ള കരുത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂർ പ്രധാനമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ വിജയം നേടിയ സ്ഥലത്ത് BJPയുടെ, പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ, BJPയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? BJPയുടെ പ്രതീക്ഷ അധിഷ്ഠിതമായിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ബലത്തിലാണ്. അവർ കൃത്യമായ സ്ഥാനാർത്ഥിയെ കൊടുത്താൽ നിങ്ങൾ കോർപ്പറേഷൻ BJP ഭരിക്കുന്നത് കാണും.